ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, ഞാൻ വർക്കൗട്ട് വീഡിയോ ഡയറ്റ് വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇടാമെന്ന്. നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ മിക്കവാറും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഹെയർ ഫോൾസ്, മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രായത്തിലും എനിക്ക് മുടി കൊഴിച്ചിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത ഒരു സമയത്താണ് ചെറുതായിട്ടൊന്ന് നെറ്റ് കയറാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഈ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കണ്ട ഓയിലുകളും അതും ഇതും എല്ലാം മേടിച്ച് തലയിൽ പുരട്ടാൻ തുടങ്ങും. ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല കുറേ ഓയിലൊന്നും തലയിൽ തെച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് മുടിയൊന്നും സമ്പൽസമൃദ്ധമായിട്ടൊന്നും വളരാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ അയൺ, പ്രോട്ടീൻ, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ചില ഫുഡുകൾ നിങ്ങൾ പതിവായിട്ട് നിങ്ങളുടെ ഒരു ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ചെറിയ ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, മുടി കൊഴിച്ചിലിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ജനറ്റിക്കലി ഉള്ള പ്രശ്നങ്ങളാണ്. പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കഷണ്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില ഈ തലയോട്ടിയൊക്കെ ഉണ്ടാകുന്ന താരൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ചില ഹോർമോണൽ ഇൻബാലൻസ് മൂലം മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലുള്ള ചില പ്രശ്നങ്ങൾ കാരണം മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ചില രോഗങ്ങൾ മൂലം മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ചില മരുന്നുകളുടെ ഉപയോഗം മൂലം മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട് മുടി കൊഴിയാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് മുടി ആരോഗ്യത്തോടെയും അഴകോടുകൂടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് നാച്ചുറൽ ഫുഡ്സുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം ഉൾപ്പെടുത്താവുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. ഓക്കെ, മുട്ട കഴിക്കുന്ന വഴി നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും നിങ്ങൾ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ചില ഫിഷുകളാണ്, അല്ലെങ്കിൽ കുറേ നട്ട്സുകളാണ്. ഓക്കെ, ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഏത് നട്ട്സുകളും ഫിഷുകളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉൾപ്പെടുത്താം. അത് നിങ്ങളുടെ മുടി വളർച്ചയെ നല്ല രീതിയിലാക്കാൻ സഹായിക്കും. ഓക്കെ, അയല, മത്തി, ചൂര ഇങ്ങനെയുള്ള മീനുകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. സിങ്ക് ഉണ്ട്. അപ്പോൾ അത് സിങ്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടികൾക്കും നമ്മുടെ ആ ഒരു മുടിയുടെ കോശങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇലവർഗ്ഗങ്ങൾ, പച്ച ഇലവർഗ്ഗങ്ങൾ ഏറ്റവും ബെറ്റർ സ്പിനിച്ചാണ്. സ്പിനിച്ചിനകത്ത് ധാരാളം അയൺ കണ്ടൻ്റ് ഉണ്ട്. ഓക്കെ, അയൺ, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മുടി നല്ല പൂർവാധികം ശക്തിയോടെ സ്ട്രോങ് ആയിട്ട് വളരാനായിട്ടൊക്കെ, അതിനൊക്കെ നിങ്ങളുടെ ഒരു തലയോട്ടിയിലൊക്കെ ഉള്ള രക്തഓട്ടമൊക്കെ കൂട്ടാനുമൊക്കെ ഈ ഒരു സ്പിനിച്ച് കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിനിച്ച് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. സ്പിനിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച ഇലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ ഒരു ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മുരിങ്ങയില, അതിനൊക്കെ തന്നെ ചീര, പച്ച ചീരകൾ, ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തി നോക്കുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ഞാനിതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫുഡുകൾ എൻ്റെ ഒരു ഡയറ്റിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞ ഒരു സാധനമേ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ടും. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചീപ്പ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചീപ്പുന്ന സമയത്ത് ചീപ്പിനകത്ത് നിറയെ ഇങ്ങനെ മുടി വരുമായിരുന്നു. ഓക്കെ, നല്ല രീതിയിൽ എനിക്ക് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ ഞാൻ ഉൾപ്പെടുത്തിയതിന് ശേഷം എൻ്റെ മുടി പിന്നെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ തുടങ്ങി. എനിക്ക് പിന്നെ മുടി കൊഴിച്ചിലെന്ന് പറയുന്ന സാധനം വേറെ ആരും ഇതേവരെ വന്നിട്ടുമില്ല. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ല നമ്മുടെ ബെറ്റാ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫുഡാണ്. ഓക്കെ, ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്താം. നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് അത് വളരെയേറെ ഗുണം ചെയ്യും. ഓക്കെ, അപ്പം ഇത് വളരെ നല്ല ഒരു ഫുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് വർഗ്ഗങ്ങളും ഒക്കെയാണ്, സീഡ്സൊക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ്സ്, അതങ്ങനെ പംകിൻ സീഡ്സ്, മത്തങ്ങ കുരു, അതേപോലെ തന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്സ്, ഇതെല്ലാം നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് വളരെയേറെ സഹായിക്കുന്ന നട്ട്സ് ആൻഡ് സീഡ്സാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാം. ഇതിനകത്തൊക്കെ നമുക്ക് ഒമേഗ 3 സിങ്കും അതേ കണക്ക് തന്നെ പ്രോട്ടീനും എല്ലാം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ഒരു സോഴ്സാണ് നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പം പിന്നെ പാല് വർഗ്ഗങ്ങൾ. ഓക്കെ, പാല് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കാൽസ്യവും അതേപോലെ തന്നെ ഇരുമ്പും ഒക്കെ ധാരാളമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫുഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ നിങ്ങളുടെ
ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ബെറീസ്, അവക്കാഡോസ്, അതിനൊക്കെ അല്പം കോസ്റ്റ്ലിയാണ്. ഞാൻ അതുകൊണ്ടാണ് അതൊന്നും വലുതായിട്ട് പറയാത്തത്. ഓക്കെ, അപ്പം അതൊന്നും തന്നെ വേണമെന്നില്ല. ഞാനീ പറഞ്ഞ ചില കാര്യങ്ങൾ, വളരെ വില കുറച്ച ചില കാര്യങ്ങൾ, ഫുഡുകൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾസ് എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്പം ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കരുത്. ഓക്കെ, ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചാലും പ്രശ്നങ്ങളാണ്, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ ദിവസേന ഒരു 7-8 മണിക്കൂർ നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിത രീതിയിലൊരു മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഈ ഡയറ്റൊക്കെ ഞാനീ പറഞ്ഞ ഫുഡുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കോളൂ. നിങ്ങളുടെ മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടെ തഴച്ചു വളരും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.